ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നായിരുന്നു. കുറച്ച് ഇൻ്റർവ്യൂ ടിപ്പ് ഷെയർ ചെയ്യാവോ, ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഓർത്തു, അപ്പോൾ ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് വീഡിയോസിൽ നമുക്ക് ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാമെന്ന്. ഇപ്പം ഈ പലപ്പോഴായിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു 4 ചിലപ്പോൾ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ ഞാൻ അതിനെങ്ങനെയാണ് യൂഷ്വലി ആൻസർ ചെയ്യാറ്, ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറ് എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം സാധാരണ നമുക്ക് ഇൻ്റർവ്യൂവിന് കണ്ടുവരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാറ് എന്നുള്ളതാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എവിടെ ഇൻ്റർവ്യൂവിന് പോയാലും നമുക്ക് ഫസ്റ്റ് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് അബൌട്ട് യുവർ സെൽഫ്, അല്ലെങ്കിൽ എന്ത് മോട്ടീവിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ ജോബ് അപ്ലൈ ചെയ്തത്, ഈ ഒരു മീനിങ് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, നമ്മൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി തുടങ്ങുന്ന ആ ഒരു കാലഘട്ടം തൊട്ട് ഒരു ആൻസർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, എല്ലായിടത്തും ഉപയോഗിക്കാൻ പാകത്തിന്. നമ്മൾ യൂഷ്വലി ചെയ്യാറ്, എല്ലായിടത്തും ചെന്ന് കഴിയുമ്പോൾ ഈ ഒരു പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസർ തന്നെ പറഞ്ഞു പോവാണ് ചെയ്യാറ്. ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ടൈമിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി ആ മെത്തേഡ് അത്രയ്ക്ക് അങ്ങ് വർക്ക് ആവില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് നല്ല ഫ്രീഡം കിട്ടുന്ന ഒരു ഏരിയ ആണ് ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് മാക്സിമം നന്നായിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യാനും നമുക്ക് പറയാനുള്ള പോയിന്റ്സുകളെല്ലാം പറയാനും എല്ലാം സ്പേസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നോക്കാം. സാധാരണ ഇപ്പം ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ, നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചെറിയൊരു ഔട്ട്ലൈൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ സ്കിൽസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് പറയേണ്ട ഒരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണോ ആ ജോബ് ഡിമാൻഡ് ചെയ്യുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പേഴ്സണൽ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ഇപ്പം NHS ജോബിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു പേഴ്സണൽ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ചിട്ട് എൻ്റെ ഈ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ പ്രിപ്പയർ ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, അതിലും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും ജോബ് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 ഡ്യൂട്ടീസ് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ സാധാരണ ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ കീവേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ആ കീവേഡുകളെ എങ്ങനെ എൻ്റെ സ്കിൽസുമായിട്ടും എക്സ്പീരിയൻസുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കും. അങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ജോബിന് അത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്നുള്ളത് ഇൻ്റർവ്യൂ പാനലിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ആവുന്ന ടൈമിൽ അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് എടുത്തു വെച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ പോയിന്റുകൾ നമുക്ക് പറയാൻ പറ്റും എന്ന് എഴുതി നോക്കുക. അപ്പോൾ ഒരു 15 പോയിന്റെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് അവിടെ ചെന്നിരുന്നിട്ട് ആ ഒരു ടെൻഷൻ്റെയും പ്രഷറിൻ്റെ ഒക്കെ ഇടയ്ക്ക് നിന്ന് ഒരു 8-10 പോയിന്റെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പറയുമ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും എക്സാമ്പിളുകളും കൂടെ കയറ്റി പറയാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. എന്ന് വെച്ചാൽ വലിയ കഥകൾ അവിടെ ഇരുന്ന് പറയണ്ട, എന്തെങ്കിലും ചെറിയ കണക്ഷൻസ് ഒക്കെ പറയാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു പോയിന്റാണ് ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ കറണ്ട് ജോബിലോ അല്ലെങ്കിൽ പ്രീവിയസ് ജോബിലോ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 200 എൻക്വയറീസ് ഒരു ഡേ ഡീൽ ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കണക്കുകൾ അല്ലെങ്കിൽ ചെറിയ എക്സാമ്പിൾസുകളൊക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ അതൊരു വിശ്വസനീയവും ആകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് NHS റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ കൂടുതലും എക്സാമ്പിൾ എടുത്ത് പറയുന്നത് കേട്ടോ. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അവിടെ ആയതുകൊണ്ട്. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ പോയിന്റുകൾ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം പോയിന്റുകൾ അതിനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ജോബിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ടോട്ടൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അതുപോലെ മാത്രമല്ല, ഫസ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു ഇംപ്രഷൻ കൊടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ആ ഒരു തോട്ട് അവരുടെ മനസ്സിലും ജനറേറ്റ് ആവും.
ഈ ഒരു ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നൊരു തോട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അടുത്ത തവണ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ജോബ് ഡിസ്ക്രിപ്ഷനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിൽസും എക്സ്പീരിയൻസും പ്രസൻറ്റ് ചെയ്ത് നോക്ക്. വർക്ക് ആവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റിന് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ടിപ്പോ ട്രിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തേക്കുക. ഒരുപാട് പേരുണ്ട് ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ജോബിനൊക്കെ വേണ്ടി നടക്കുന്നവർ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.